സൂപ്പർ സ്റ്റാറുകളുടെ പിന്നാലെ നടക്കാതെ പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്തൂടെ? പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്ത ആരും അത് കാണില്ല. ഉയർത്തിക്കൊണ്ടുവരാനും പണം മുടക്കാനും വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ സിനിമയിൽ ആരും ഒന്നും ആകില്ല. ഞാൻ ഷൺമുഖ്. ലൂമിയർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് 2 പുതുമുഖ നായകന്മാരെ കൂടി ലഭിക്കുന്നു. ഒന്ന് രമേശും ഒന്ന് ഹരിയും. ഇവരോട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമ നൽകുന്ന ഒരു അനുഭവം? വളരെ നല്ല അനുഭവമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്. പക്ഷെ അത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ദിവസങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വളരെ നല്ല അനുഭവമായിരുന്നു. വളരെ നന്നായി ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു സീരിയൽ? നമ്മളിപ്പം രമേശ് ഒരുപാട് സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലും സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ഏറ്റവും അറ്റത്തെ ആഗ്രഹം, അവൻ്റെ വലിയ സ്വപ്നം, പാഷൻ എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ആ ഒരു ഞാനിപ്പോൾ ഒരു സിനിമാ നടനായിക്കൊണ്ടിരിക്കുകയാണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷവും അനുഭവമൊക്കെ വളരെ നല്ല ഇത്. എൻ്റെ അടുത്ത് സാറ് എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, ഇടയ്ക്ക് ഇതിനെക്കുറിച്ച്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഒട്ടും വിശ്വസിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ഈ ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ചർച്ചകൾ മാത്രം നടക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ ഞാൻ വന്ന് വിശ്വസിച്ചിരുന്നുള്ളൂ. പക്ഷെ അത് ഓരോ ദിവസം കഴിയുന്തോറും അവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മധുശേനും അഭിലാഷും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട്. എന്തായാലും ഏറ്റവും ഇതെന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ ഒരു ഇത് തന്നെയാണ്. ഒരിക്കലും ഇതിനകത്ത് എല്ലാ അർത്ഥത്തിലും പുതുമുഖങ്ങളാണ് ഉള്ളത്. അഭിനേതാക്കൾ മാത്രമല്ല, അതെ, ടെക്നീഷ്യന്മാരും എല്ലാ മ്യൂസിക് ഡയറക്ടർ, ക്യാമറ, എഡിറ്റർ, എല്ലാ അർത്ഥത്തിലും ഒരു പുതുമുഖ ചിത്രം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ചിത്രത്തിന് ഒരു പ്രൊഡ്യൂസർ തയ്യാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയിൽ ഒരുപാട് പുതുമുഖ നായകന്മാർ വന്നിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. പക്ഷേ ലൂമിയർ ബ്രദേഴ്സ് എന്ന പേരിൽ സിനിമ കണ്ടുപിടിച്ച അവരുടെ പേരിൽ ലൂമിയർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ റോളിൽ വരുന്ന നിങ്ങൾ രണ്ടുപേരുമാണ്. അതെന്ന് പറയുന്നത് വേറൊരു തലമാണ്. അതെങ്ങനെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു കൂട്ടായ്മയായിരുന്നു. ഈ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതെ, ഒരു സിനിമ ചെയ്യാണെന്നുള്ള ഒരു ഇതേ ഇല്ലായിരുന്നു. ഇതിന്റെ കഥ ഞങ്ങൾ പറയുവാനായിട്ട് KT ദേവസി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ തങ്കച്ചായ സ്ഥാനത്ത് ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളടുത്ത് ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കൊടുക്കുന്ന സന്ദേശം? പുള്ളി അതാണ് ആദ്യം ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം. ഇതാണ്, എന്ത് സന്ദേശം നിങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞു, സാറേ, ഇതാണ് ഈ കഥയുടെ സാരാംശം തന്നെയാണ് നമ്മുടെ മലയാള സിനിമ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ഫീൽഡേ അല്ല. അദ്ദേഹം മുഴുവൻ കഥയിരുന്ന് കേട്ടിട്ട് പേര് അതിനുശേഷമാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്താണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ലൂമിയർ ബ്രദേഴ്സ് എന്ന ടൈറ്റിലാണ്. ലൂമിയർ ബ്രദേഴ്സ് എന്നത് ആദ്യ സിനിമ ഉണ്ടാക്കിയ ആൾക്കാരുടെ പേരല്ല. ശരി, എനിക്ക് ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, സാറ്, ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന മിക്ക കാര്യങ്ങളും ഈ കഥ നേരത്തെ എഴുതിയതാണ്. കഥ നേരത്തെ എഴുതി വെച്ചാണ്. കഥ നേരത്തെ എഴുതി വെച്ചതിന് ശേഷം ഞങ്ങൾ ഈ കൂട്ടായ്മ പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ അടുത്ത് പലരുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ കഥയിൽ വന്നിട്ടുള്ളതെന്നാണ് ഒരു വളരെ കോയിൻസിഡൻസ്. അതെ, അത് തന്നെയാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഞങ്ങളത് തങ്കച്ചായ സ്ഥാനത്ത് പറഞ്ഞു, സാറേ, ഇതിൽ പല സംഭവങ്ങളും ഞങ്ങൾക്ക് ഇങ്ങനെ വളരെ സാമ്യമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അവൻ പറഞ്ഞു, ശരി, എന്തായാലും ഈ പടം ഞാൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഡയറക്ടർ സാറ് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ തിരക്കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പല സ്ഥലങ്ങളിൽ ഈവൻ ഡയറക്ടർ വരെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം തന്നെ സ്വയം ഒരു പരീക്ഷണത്തിന് തയ്യാറായിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ. കാരണം ഒരുപാട് നാളായിട്ട് നിങ്ങൾ സുഹൃത്തുക്കളാണ്. അതെ, അതെ. അല്ല, ഞങ്ങള് സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ
അതെ, ഇത് ഈ സിനിമ തുടങ്ങിയ സമയത്താണ് നമ്മൾ കൂടുതൽ എടുക്കാനായിട്ട്. അതിനു മുമ്പ് പരിചയം അറിയാം എങ്കിലും കൂടുതൽ പരിചയമായത്. കാരണം നിങ്ങൾ താമസിക്കുന്ന വീട്ടിനകത്ത് നടക്കുന്ന ആ ഒരു സംഭാഷണവും കാര്യങ്ങളും ഒക്കെ വളരെ രസകരമായിട്ട് നിങ്ങൾ അഭിനയിക്കുന്നില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, പരസ്പരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറുടെ ഭാഗത്തുനിന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കപ്പം ഞാൻ ചോദിക്കുമായിരുന്നു എന്തെങ്കിലും ഇതുണ്ടോ, ഇല്ല അപ്പം രമേശിന് എന്താണോ ചെയ്യാൻ തോന്നുന്നത് ആ രീതിയിൽ അങ്ങ് ചെയ്തു. അപ്പം ആ ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ നന്ന് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ആരാരും കാണാതെ പൂവാകച്ചോട്ടിൽ പോരുന്നു.